Hi friends, welcome to my channel. ഇന്നത്തെ ടോപ്പിക് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ന്യൂട്രീഷൻ. നമ്മുടെ ന്യൂട്രീഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതായത് അമിനോ ആസിഡ് മോളിക്യൂൾ ചേർന്നുണ്ടായിട്ടുള്ള ഒരു മാക്രോ മോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. An amino acid is a molecule containing both the amino and carboxyl functional group. ഒരു അമിനോ ആസിഡ് മോളിക്യൂളിൽ ഒരു അമിനോ ഗ്രൂപ്പ്, അതായത് ഒരു NH2 ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്, ഒരു COOH ഗ്രൂപ്പും ഉണ്ടാവും. ജനറൽ ഫോർമുല നോക്കൂ. ഒരു കാർബൺ മോളിക്യൂൾ, ഒരു കാർബണിന് 4 വാലൻസി, ഒരു വാലൻസിയിൽ കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ COOH ഗ്രൂപ്പ്, നെക്സ്റ്റ് അമിനോ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പ്, ഒരു വാലൻസിയിൽ ഹൈഡ്രജൻ, അടുത്ത വാലൻസിയിൽ ആർ എന്ന് പറയുന്നത് ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അതായത് ഓരോ അമിനോ ആസിഡിലും ഈ ആർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. About 20 അമിനോ ആസിഡ്സ് ആർ ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ ബോഡിയിൽ ഏകദേശം 20ഓളം അമിനോ ആസിഡ്സ് ഉണ്ട്. ദേ ആർ ഫോളോയിങ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൈസിൻ, GLY എന്ന് പറയുന്നത് ഗ്ലൈസിൻ്റെ ഷോർട്ട് ഫോമാണ്. ഗ്ലൈസിൻ, അലാനിൻ, ഫിനൈലലാനിൻ, വാലൈൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടമിക് ആസിഡ്, അസ്പാരജിൻ, ഗ്ലൂട്ടമിൻ, ആർജിനിൻ, ലൈസിൻ, മെത്യോനൈൻ, സിസ്റ്റീൻ, സെറിൻ, ത്രിയോണിൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഹിസ്റ്റഡീൻ ആൻഡ് പ്രോളിൻ. ഇങ്ങനെ 20 അമിനോ ആസിഡ് നമ്മുടെ ബോഡിയിലുണ്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ബേസിക്, അസിഡിക്, അറോമാറ്റിക്, അലിഫാറ്റിക് ഓർ സൾഫർ കണ്ടെയ്നിങ് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഗ്രൂപ്പ്. അതായത് ആർ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമുക്ക് അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ്, ബേസ്ഡ് ഓൺ പൊളാരിറ്റി. പൊളാരിറ്റി അനുസരിച്ച്, പോളറൈസേഷൻ അനുസരിച്ച് അമിനോ ആസിഡിനെ നമുക്ക് രണ്ടായി തിരിക്കാം. പോളാർ അമിനോ ആസിഡ് ആൻഡ് നോൺ പോളാർ അമിനോ ആസിഡ്സ്. പോളാർ അമിനോ ആസിഡിനെ നമ്മൾ പിന്നെയും 3ആയിട്ട് തിരിക്കുന്നു. അസിഡിക് അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്സ്. അതിൽ അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത് അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് ടൈറോസിൻ. ഏതൊക്കെയാണ്? അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് ടൈറോസിൻ. ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ആർജിനിൻ, ഹിസ്റ്റഡീൻ ആൻഡ് ലൈസിൻ. ഏതൊക്കെയാണ്? ആർജിനിൻ, ഹിസ്റ്റഡീൻ ആൻഡ് ലൈസിൻ. ഇത് 3ആണ് ബേസിക് അമിനോ ആസിഡ്. നെക്സ്റ്റ്, ന്യൂട്രൽ അമിനോ ആസിഡ്. അതായത് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള അമിനോ ആസിഡുകളാണ് ന്യൂട്രൽ അമിനോ ആസിഡ്. അസ്പാരജിൻ, സെറിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടമിൻ, ത്രിയോണിൻ, ഗ്ലൈസിൻ. ഇത്രയാണ് ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോൺ പോളാർ അമിനോ ആസിഡ്സ്. ഏതൊക്കെയാണ്? അലാനിൻ, ഫിനൈലലാനിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, വാലൈൻ, മെത്യോനൈൻ, ട്രിപ്റ്റോഫാൻ, പ്രോളിൻ. ഇത്രയുമാണ് നോൺ പോളാർ അമിനോ ആസിഡ്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അമിനോ ആസിഡ് വിത്ത് ആലിഫാറ്റിക് സൈഡ് ചെയിൻ. അതായത് ആർ എന്ന് പറയുന്നത് ലീനിയർ സൈഡ് ചെയിൻ ആയിട്ടുള്ള അമിനോ ആസിഡ്. ഗ്ലൈസിൻ, അലാനിൻ, വാലൈൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ. ഏതൊക്കെയാണ്? 6 ലീനിയർ ആയിട്ടുള്ള സൈഡ് ചെയിനുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ, അലാനിൻ, വാലൈൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ. നെക്സ്റ്റ്, അമിനോ ആസിഡ് സൈഡ് ചെയിൻ വിത്ത് സൾഫർ ആറ്റം. സൾഫർ ആറ്റം അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത് മെത്യോനൈൻ ആൻഡ് സിസ്റ്റീൻ. മെത്യോനൈനിലും സിസ്റ്റീനിലും എന്തുണ്ട്? സൾഫർ ഉണ്ട്. നെക്സ്റ്റ്, അമിനോ ആസിഡ് സൈഡ് ചെയിൻ വിത്ത് ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പ്. അതായത് OH ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത് സെറിൻ, ത്രിയോണിൻ ആൻഡ് ടൈറോസിൻ. ഏതൊക്കെയാണ്? സെറിൻ, ത്രിയോണിൻ ആൻഡ് ടൈറോസിൻ. അടുത്തത്, അമിനോ ആസിഡ് വിത്ത് അരോമാറ്റിക് റിംഗ്. നമ്മൾ ലീനിയർ ചെയിൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അരോമാറ്റിക് റിംഗ് ഉള്ള അമിനോ ആസിഡ് ഉണ്ട്. അതായത് ബെൻസീൻ റിംഗ് പോലെ റിംഗ് ഉള്ള അമിനോ ആസിഡ്. ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഹിസ്റ്റഡീൻ ആൻഡ് പ്രോളിൻ. ഇത്രയുമാണ് അരോമാറ്റിക് റിംഗ് ഉള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഹിസ്റ്റഡീൻ ആൻഡ് പ്രോളിൻ. അപ്പോൾ ഈ പറഞ്ഞത് ആർ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ്, മെറ്റബോളിക് ക്ലാസിഫിക്കേഷൻ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്.
മെറ്റബോളിക് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ അമിനോ ആസിഡിനെ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും തിരിക്കും. ഫോർ ഓൾ ആനിമൽസ് സം അമിനോ ആസിഡ്സ് ആർ എസെൻഷ്യൽ. ചില അമിനോ ആസിഡ്സ് നമ്മൾ ആനിമൽസിന് ചില അമിനോ ആസിഡ്സ് എസെൻഷ്യൽ ആണ് എന്ന് പറഞ്ഞാൽ ആൻ ആനിമൽ കനോട്ട് പ്രൊഡ്യൂസ് അമിനോ ആസിഡ് ഇൻറ്റേർണലി. നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അമിനോ ആസിഡുകളുണ്ട്. അത്തരം അമിനോ ആസിഡുകളാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഫുഡിൽ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് സം ആർ നോൺ എസെൻഷ്യൽ. എന്നാൽ ചിലത് എന്താണ്, നോൺ എസെൻഷ്യൽ ആണ് എന്ന് പറഞ്ഞാൽ ദ ആനിമൽ ക്യാൻ പ്രൊഡ്യൂസ് ദം ഫ്രം അതർ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റും മറ്റ് നൈട്രജൻ ഉള്ള കോമ്പൗണ്ട്സിൽ നിന്ന് അമിനോ ആസിഡുകൾ ഉണ്ടാക്കാൻ പറ്റും. അത്തരം അമിനോ ആസിഡുകളാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതായത് അത് നമുക്ക് ഭക്ഷണത്തിലൂടെ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി എസെൻഷ്യൽ അമിനോ ആസിഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെത്യോനൈൻ, ട്രിപ്റ്റോഫാൻ, ത്രിയോണിൻ, വാലൈൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ, ഫിനൈലലാനിൻ, ലൈസിൻ. ഇത്രയുമാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അതിനൊരു കോഡുണ്ട്, മെറ്റ് വിൽ ഫ്ലൈ. ME എന്ന് പറയുന്നത് മെത്യോനൈൻ, ഒരു T ട്രിപ്റ്റോഫാൻ, നെക്സ്റ്റ് T ത്രിയോണിൻ, V വാലൈൻ, I ഐസോല്യൂസിൻ, L ല്യൂസിൻ. ഫ്ലൈയിൽ PH ആണ്, F അല്ല. PH എന്ന് പറയുന്നത് ഫിനൈലലാനിൻ, അടുത്ത LY എന്ന് പറയുന്നത് ലൈസിൻ. ഈ 8 എണ്ണമാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇത് കാണാതെ പഠിച്ചേ മതിയാവും. നെക്സ്റ്റ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് 2 എണ്ണമാണ്, ആർജിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. അതായത് ഇത് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ അത്രയും അളവ് ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം, ഭക്ഷണത്തിലൂടെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായി വരും. അതുകൊണ്ടാണ് ആർജിനെയും ഹിസ്റ്റിഡിനെയും നമ്മൾ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അതേതൊക്കെയാന്ന് നോക്കാം. ഗ്ലൈസിൻ, സെറിൻ, ടൈറോസിൻ, സിസ്റ്റീൻ, അലാനിൻ, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടമിക് ആസിഡ്, പ്രോലിൻ, അസ്പാർജിൻ, ഗ്ലൂട്ടമിൻ. ഇത്രയാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യും. അപ്പോൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ ആൻഡ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പോൾ ഇത്രയാണ് അമിനോ ആസിഡിൻ്റെ ബേസിക് ഫാക്ട്സ്. മനസ്സിലായെന്ന് കരുതുന്നു. ഈ ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ FSOയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡാഷ് ഈസ് ആൻ എസെൻഷ്യൽ അമിനോ ആസിഡ്. അതായത് 4 അമിനോ ആസിഡ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ A അസ്പാർട്ടിക് ആസിഡ്, ഓപ്ഷൻ B ഗ്ലൂട്ടമിക് ആസിഡ്, ഓപ്ഷൻ C പ്രോളിൻ, ഓപ്ഷൻ D ത്രിയോണിൻ. ഇതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ക്ലാസ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.